സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇലക്ഷന്റെ സമയങ്ങളിലൊക്കെ വാ തോരാത്ത വി സതീശൻ അടക്കമുള്ള എല്ലാ ആളുകളും പറഞ്ഞിരുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഇന്ദിരാ ഗ്യാരണ്ടി. ഈ ഇന്ദിരാ ഗ്യാരണ്ടി വഴി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും ആ ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞതിൽ കൂടി എന്തൊക്കെയാണ് ഇവർ നേടിയെടുത്ത് കൊടുത്തതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നേരെ പോകാം KSRTCയുടെ കാര്യത്തിലേക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മെയ് 15 മുതലെന്ന് പറഞ്ഞിരുന്ന സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ പിന്നീട് നൈസായിട്ട് വാക്ക് മാറ്റി. പിന്നീട് അവർ പറഞ്ഞത് ജൂൺ 15 മുതലാക്കാം KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നാണ്. ഇതിനു മുൻപ് ഈ സതീശൻ അടക്കമുള്ള ആളുകൾ പോയി ഈ സ്ത്രീകളുടെ അടുത്തല്ല അല്ല അമ്മമാരുടെ അടുത്തൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയും സൗജന്യമായിട്ട് യാത്ര ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നിപ്പോ ഈ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന സമയത്ത് ഇവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് KSRTC ബസിന്റെ ഇപ്പോൾ ലാഭം അത് വലിയൊരു തകർച്ചയിലേക്ക് പോകുമെന്നുള്ളൊരു വലിയൊരു അടി തന്നെയാണ്. പിന്നെ അത് മാത്രവുമല്ല, പ്രൈവറ്റ് ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, അങ്ങനെയുള്ള ബസ്സുകളുടെ ഒരു ഓട്ടം അത് നിലയ്ക്കുന്ന ഒരു സാഹചര്യം വരും. കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100% ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതില് 95% സ്ത്രീകളാണ് ബസ്സുകളെ ആശ്രയിക്കുന്നത്. ബാക്കിയുള്ള 5% ആളുകളും പുരുഷന്മാരൊക്കെ തന്നെയായിരിക്കും. അതിൽ ഏറ്റവും പ്രായമായിട്ടുള്ള ആളുകളും വയ്യാത്ത ആളുകളും മാത്രമൊക്കെ ആയിരിക്കും ബസ്സുകളെയൊക്കെ ആശ്രയിക്കുക. ബാക്കിയുള്ളവരെല്ലാം സ്വന്തം വാഹനങ്ങളിലായിരിക്കും മിക്കപ്പോഴും പോവുക. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസസ് എല്ലാം അറിഞ്ഞിട്ടും ജനങ്ങൾക്ക് ഈ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുള്ള അല്ലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും ഞാൻ നമിക്കുന്നു. കാരണം ഇതൊരു വലിയൊരു പ്രഖ്യാപനം തന്നെയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇതുവരെയും ആർക്കും അറിയാത്ത അല്ലെ ഇതുവരെയും ആർക്കും കിട്ടിയിട്ടില്ലാത്തൊരു നല്ലൊരു സേവനം അത് ഈ പറയുന്ന UDF സർക്കാർ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇനി അത് മാത്രവുമല്ല, പെൻഷന്റെ കാര്യങ്ങളുണ്ട്. പെൻഷൻ 3000 രൂപയാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇടതുപക്ഷ സർക്കാർ 2000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ UDF അധികാരത്തിൽ വരുന്ന സമയം തന്നെ 3000 ആക്കി മാറ്റുമെന്ന് പറയുകയുണ്ടായി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, ആശമാർക്ക് 21,000 രൂപ സാലറി ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ 9,000 രൂപ ആക്കി കൊടുത്തെടുത്ത് ഇവര് പറഞ്ഞത് 21,000 രൂപ ഒറ്റയടിക്ക് ആക്കി കൊടുക്കുമെന്നാണ്. എന്നാൽ എന്താണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്? വെറും 3,000 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 12,000 രൂപ. ഇതാണ് ആശമാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ മിക്ക ആളുകളും PR ആയിരുന്നു ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. PR വേണ്ടിയിട്ട് മാത്രം കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് മാധ്യമങ്ങളടക്കം പിണറായി വിജയനെതിരെയും അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിനെതിരെയും എല്ലാം തിരിഞ്ഞതിന്റെ കളികളൊക്കെയാണ് നമ്മൾ കണ്ടത്. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ മാധ്യമങ്ങൾ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന് ഈ നാട്ടിൽ ഒരു നിക്കക്കള്ളി ഇല്ലാത്ത രീതിയിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആക്കണമെന്നായിരുന്നു ഇവർ വിചാരിച്ചിരുന്നെങ്കിലും ഇവർക്കെതിരെ നല്ലൊരു ഓപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലീഡർ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷം വീണ്ടും വരികയാണ്. അപ്പോ ഇവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വേറൊരു കാര്യം കൂടി നമ്മൾ അവിടെ കാണുകയാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെ വന്നിട്ട് പറയുകയുണ്ടായി, ജനങ്ങളുടെ ഹിതത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചൊരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം. ആ പാർട്ടി ഈ നാട്ടിൽ ചെയ്തു വെച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇനി വരുന്ന ഈ പുതിയ അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ അതിനെ ഒന്നും ചെയ്യുന്നില്ല, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ട് ഞങ്ങൾ അതിനെ തിരിച്ചടിക്കും, രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ അതിനെ തിരിച്ചടിക്കുമെന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയുണ്ടായി. KSRTC ബസ്സിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ നോക്കിയപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് അല്ലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര ഉണ്ടാവുക. അതില് ഈ പറയുന്ന AC ബസ്സുകളിലോ അല്ലെങ്കിൽ സ്ലീപ്പർ അങ്ങനെയുള്ള ബസ്സുകളിലൊന്നും ഈ പറയുന്ന സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ദീർഘദൂര സർവീസുകൾക്ക് ഈ പറയുന്ന സൗജന്യ യാത്ര ഉണ്ടാവില്ല. ജസ്റ്റ് ചെറിയ ലൊക്കേഷനിൽ ഇപ്പൊ ഒരു 10 രൂപ പോയിന്റിൽ പോകുന്നത് 20 രൂപ പോയിന്റിൽ പോകുന്നതൊക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പോകാം എന്നുള്ള രീതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതും ഒരു വ്യാജമായിട്ടുള്ള വെറും ഒരു നുണ പ്രചരണം മാത്രമായിരുന്നു. പലരും സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നുണേശൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും വിളിക്കുന്നില്ല. അദ്ദേഹം നല്ലൊരു ജനപ്രതിനിധിയാണ്, അല്ലെങ്കിൽ നല്ലൊരു മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങളും പ്രകടനങ്ങൾ വെറും പ്രഹസനങ്ങളും ഒക്കെ ആയി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ ഒരു വീഡിയോ ആണ്, സുജിത് ഭക്തൻ ചോദിക്കുകയാണ് ഏറ്റവും മികച്ച ഗതാഗത മന്ത്രി ആരാണെന്ന്. അപ്പോൾ KSEB അല്ലെങ്കിൽ KSRTCയുടെ മുൻ ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ബിജു പ്രഭാകർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിച്ചു തരാം. ഏറ്റവും നല്ലൊരു മന്ത്രിയായിട്ടിരുന്ന ആരായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? KSRTCയുടെ കാലത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസീവ് ആയിട്ട് വന്നിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാറാണ്. അങ്ങനത്തെ യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ അതിന്റെ ഉള്ളുകളികളും മറ്റുമൊക്കെ അറിയാം. ഞാൻ KSRTC ചെയർമാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യം പോയി കണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഹേമേന്ദ്രൻ സാറ്, രാജമാണിക്യം, സെൻകുമാർ സാറിനെ ഫോണിൽ കൂടെ സംസാരിച്ചു, പിന്നെ KB ഗണേഷ് കുമാർ. അപ്പൊ
അന്നേ മനസ്സിലായി അദ്ദേഹത്തിന് ഈ ഇലക്ട്രിക് ബസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, അദ്ദേഹത്തിന്റെ ചില ഐഡിയാസ് എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് വെറുതെ ക്ലാഷ് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ മാറി. ആന്റണി രാജുവിന് അദ്ദേഹത്തിനെ പറ്റി ഇതിനെ വലിയ ധാരണയില്ല, പക്ഷെ അദ്ദേഹം ഭയങ്കരമായിട്ട് പഠിക്കും. ഏറ്റവും നല്ല കണ്ടില്ലേ, ഏറ്റവും മികച്ച മന്ത്രി, ഏറ്റവും മികച്ച ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് കെ.ബി. ഗണേഷ് കുമാർ തന്നെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹവും എടുത്തു പറയുകയാണ്. കാരണം ആർക്കും ഒന്നും പറയാനില്ല, ഏറ്റവും നല്ല ഗതാഗത മന്ത്രി. കാരണം അദ്ദേഹത്തിന് വാഹനങ്ങളെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ അറിയാം. അപ്പോ ഒരു വാഹനത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ആ വാഹനത്തിനെ പറ്റി അവർക്ക് കൂടുതലായിട്ട്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, എന്തൊക്കെ മികച്ച രീതിയിൽ അവർക്ക് ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഗണേഷ് കുമാർ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേരള ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആ ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഒരു 90 കോടിയോളം മാസാന്ത നഷ്ടം KSRTC ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഡൽഹിയിൽ പോകുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്നുള്ള വിശ്വാസം ഇല്ല. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞില്ല. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുക. എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ KSRTCയെ ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. 2024 സെപ്റ്റംബറിൽ 8.29 കോടിയായിരുന്ന റെക്കോർഡ് ഡിസംബറിൽ 9 കോടിയും കടന്നു. 2025 സെപ്റ്റംബറിൽ ആദ്യമായി 10 കോടി ക്ലബിലെത്തിയ KSRTC പുതിയ വർഷം 13 കോടി എന്ന സ്വപ്നസംഖ്യയും പിന്നിട്ടിരിക്കുകയാണ്. കട്ടപ്പുറത്തിരുന്ന ബസ്സുകൾ നിരത്തിലിറക്കിയും പുതിയവ എത്തിച്ചും യാത്രക്കാരെ ആനവണ്ടിയിലേക്ക് തിരിച്ചെത്തിക്കാൻ മന്ത്രിക്കായി. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചാണ് ഈ വിജയമെന്നത് നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നു. കണ്ടില്ലേ, UDF-ന്റെ ഭരണകാലത്തുണ്ടായിരുന്ന KSRTC-യുടെ അവസ്ഥയും LDF ഭരണത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ KSRTC-യുടെ അവസ്ഥയും ഒക്കെ വിളിച്ചു കാണിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് KSRTC-യിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന മക്കൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. നിങ്ങൾക്ക് ആദ്യം പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭിത്തി വേണ്ടേ മക്കളെ? ആ ഭിത്തി ഉണ്ടാക്കി തന്നത് ആരാണ്? ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയും ഇടതുപക്ഷ സർക്കാരിനെതിരെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. KSRTC-യിൽ എന്തായാലും സൗജന്യ യാത്ര ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും സഹോദരിമാർക്കും എല്ലാം സൗജന്യമായിട്ടല്ലേ നല്ല രീതിയിൽ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും അതൊക്കെ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. KSRTC എന്തായാലും നഷ്ടത്തിലാണ്. പക്ഷെ അതുകൊണ്ട് എങ്ങനെ ഇവർ നടപ്പിലാക്കുമെന്ന് അറിയില്ല. എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ളൊരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. എല്ലാം ശരിയായിട്ട് തന്നെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.